ഇരുട്ടാണ് നമ്മളൊക്കെ, കാരണം ഒത്തിരി കർക്കച്ചു. നമ്മളെ കോട്ടം കൂടി പിടിച്ച് ഈ കുഴമ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ? കുഴമ്പോ എവിടെ അവിടെ വെച്ചുണ്ടാക്കുമോ? നമ്മളെ സ്വന്തം തന്നെ. നമ്മള് അതോ എവിടെ ഉണ്ടാക്കുമോ അവിടെ ഉണ്ടാക്കുമോ? നാട്ടിൽ നിന്ന് ഉണ്ടാക്കും. നാട്ടിൽ നിന്ന് കാട്ടിൽ കയറി മരുന്ന് പറിച്ച് കൊണ്ടുവന്ന് അത് കുഴമ്പ്, അത് പച്ചമരുന്ന് എല്ലാം ചേർത്ത് 10-40 മരുന്ന് ചേർത്ത് അതിൽ ഭാരത്തിന്, പിന്നെ തലവേദനയ്ക്ക് വേറെ, അലർജിക്ക് വേറെ, അങ്ങനെ ഓരോ എണ്ണകൾ വേറെ വേറെ മാറ്റി മാറ്റി എടുക്കും. ആരാ ഇത് പഠിപ്പിച്ചത്? ഇത് ഞങ്ങൾ പാരമ്പര്യം തൊഴിലാണ്. അല്ല വീട്ടില് നിങ്ങളുടെ നമ്മുടെ അമ്മമാര് അച്ഛൻ്റെയൊക്കെ പാരമ്പര്യം കിട്ടിയതാണ്. ഓക്കെ ഓക്കെ. കുറേ കാലം അച്ഛൻ്റെ പിന്നെ അമ്മമാരിൽ നിന്ന് കുറേ കിട്ടി, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറേ കിട്ടും, പിന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ തടയുമ്പോൾ നമ്മൾ കൂടിയിരുന്നു, അങ്ങനെ എല്ലാം കൂടി പഠിച്ചെടുത്തു. ഇപ്പൊ നമുക്ക് എന്തായി, അന്നേരമൊക്കെ ഒത്തിരി വഴക്കും പിന്നെ വക്കാനൊക്കെയാ കാരണന്മാരൊക്കെ. എന്തിനു വേണ്ടാന്ന് വെച്ചാൽ ഇത് പഠിച്ചെടുക്കണ്ടേ, അതിന് പേടിച്ചിട്ട് ഓരോ അടിയൊക്കെ തരും. അപ്പോൾ നമ്മുടെ രോഗികളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നൊക്കെ കൃത്യം പോലെ നമ്മൾ അതിൻ്റെ രോഗം അമ്മമാർ പറയും, അത് ആ ഒരു രോഗി വന്നിട്ടുണ്ട്, എനിക്ക് വയ്യ. ഇത്തിരി വയസ്സന്മാരൊക്കെ ആണെങ്കിൽ നമ്മളെ ഏൽപ്പിക്കും, കാര്യം ഒന്ന് നോക്കാൻ പറയും. അപ്പോൾ ലാസ്റ്റ് രോഗികൾ ഇറങ്ങാൻ നേരത്ത് ചോദിക്കും, എങ്ങനെയുണ്ട് മോഹൻ തടയിട്ട്, എങ്ങനെയുണ്ട്? ഈ വൈദ്യുതി പോരാന്ന് അന്നേരം ചെവിക്കുറ്റി കടി കിട്ടും. ഇങ്ങനെയാണോ പഠിച്ചിട്ട് നീ വല്ലവരെ ചെയ്യാൻ പോയാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളെന്തായാലും അതിൽ നിന്ന് ഓരോന്ന് പഠിച്ച് വരും. ഇപ്പൊ നടുവേനായിക്കോട്ടെ, നടുവേനയ്ക്ക് ഒരു മരുന്ന് കുടിക്കണ്ട. അതേമാതിരി കാലിന്റെ മുട്ട് വേദന, ഒരു മരുന്ന് കുടിക്കണ്ട. എത്ര നാളത് തിരുമണം? അത് ഒത്തിരി നീരൊക്കെ ഉള്ളതാണെങ്കിൽ ഇത്തിരി മരുന്ന് മുട്ടിന് കുടിക്കേണ്ടി വരും. നടുവേനയ്ക്ക് ഒരു മരുന്ന് കുടിക്കണ്ട. ചിലപ്പോ ഒരു 10-12 കൊല്ലം പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു 2 മാസം കൊണ്ട് ഫുള്ളാക്കി മാറ്റിയെടുക്കാം. പിന്നെ ഓരോ ഒത്തിരി കാലത്തേക്ക് നടുവേന കാണത്തില്ല, ഫുള്ള് പോവുകയും ചെയ്യും. അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വലിയ മക്കളൊക്കെ. സാറിന്റെ വേദനയൊക്കെ എങ്ങനെ കുറഞ്ഞുണ്ട്? കുറവുണ്ട്. അല്ല ഒത്തിരി പിന്നെ പഴയ പോലെ വേദനയൊക്കെ ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആദ്യം തടയത് കുറഞ്ഞു വരുമ്പോൾ രണ്ടാമത് തടയത് അത് പിന്നെ ഇളക്കിയെടുക്കും. അങ്ങനെ ഇളക്കിയെടുത്ത് നമ്മൾ എന്താന്ന് പിന്നെ രോഗത്തെ ഇല്ലാതാക്കും. പോരെ സാറിന് ഇങ്ങനെ തൊടുമ്പൊക്കെ രോഗത്തെ തൊടുമ്പോൾ വേദന ഉണ്ടാവും. ഇപ്പൊ സാറ് കഴിച്ചിരിക്കില്ലേ? ഇരിക്കും അല്ലേ? കുഞ്ഞില്ല കേട്ടോ, അതുപോലെ കുറച്ചും കുഞ്ഞു, ശരിക്കും കുഞ്ഞു. വയനാട് എങ്ങനെയുണ്ട്? കാടൊക്കെ മരുന്നുകളെല്ലാം ഉണ്ടോ? എല്ലാം കിട്ടുമോ? വയനാട്ടിൽ ഒരു ഭാഗ പോർഷനുള്ളേ, ഒരു ഭാഗം മൊത്തം ജനം താമസിച്ച് മൊത്തം പോർഷനൊക്കെ മൊത്തം കാട് കയ്യേറിപ്പോയില്ലേ. അപ്പൊ ആ ഒരു ശകലം ഒരു എന്താ പറയാ, ഒരു 10-200 ഏക്കർ സ്ഥലം കുറച്ച് പോർഷനായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മരുന്നുകൾ അത്യാവശ്യം അവിടെയുള്ള വൈദ്യന്മാർ മൊത്തം അവിടെ കയറിയാണ് എടുക്കുന്നത്. അപ്പൊ അത് കൃഷി ചെയ്യുന്നുണ്ടോ? അല്ലാതെ പിന്നെ എല്ലാം പറിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ലേ? കൃഷി ചെയ്താൽ ഇത് നന്നാകത്തില്ല. ഒത്തിരി എല്ലാവരും കയറി കാട്ടിന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു പോകത്തില്ലേ? ഇല്ല, അതിന് നമ്മൾ നശിപ്പിക്കുന്നതല്ല. അല്ലല്ല, വേരോടെ നമ്മൾ മരുന്ന് എടുക്കത്തില്ല. ഓക്കെ. കംപ്ലീറ്റ് ഇലകൾ മാത്രമേ ഇതിന് ഉപയോഗിക്കത്തുള്ളൂ, വേറൊന്നും ഉപയോഗിക്കുന്നില്ല. വേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ ഔഷധം ഉള്ളത്, കൂടുതൽ മരുന്നിന്റെ ആയുർവേദ മരുന്നുകൾക്ക് ഔഷധ ഇലകൾക്കാണ്. ഇലകളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഔഷധം കിട്ടും. അപ്പം വേര് എടുക്കുന്നത് വളരെ ചുരുങ്ങിയ മരുന്നുകൾ മാത്രം, അത് പോവാത്ത വിധത്തിൽ എടുക്കും. ഒരു മരുന്നിന് ഒരു വേര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷം കഴിയാതെ ആ മരുന്നിന്റെ വീട്ടിലേക്ക് പോകത്തില്ല.
കാരണം പിന്നെ ഒരു പുതിയ വേര് വന്നാലേ അതിൻ്റെ ചോട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളെടുത്ത് ഇത് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് മാരാരോഗത്തിനും നല്ല പോലെ നമ്മൾ അല്ലെങ്കിൽ ഇത് തറച്ചെടുത്ത് എടുത്തിട്ടാണെങ്കിൽ ഉണങ്ങുന്നതാണെങ്കിൽ ഉണങ്ങി അതിന് എത്ര മണിക്കൂറൊന്നും കണക്കുണ്ട്. ആ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് ഉണക്കി എടുത്ത് പൊടിച്ചിരിക്കണം. പൊടിച്ച് ഈർപ്പം തട്ടാതെ സൂക്ഷിച്ച് വെക്കണം ഈ മരുന്നുകൾ. എന്നാൽ മാത്രമേ നമുക്കത് രോഗികൾക്ക് കൊടുത്താൽ അതിന് നല്ല ഫലം കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ കൂടുതൽ ഈ അൾസർ, കൂടുതൽ ഈ ഗ്യാസിൻ്റെ ഇടങ്ങാറുകൾ വായുവിൻ്റെ ഒരു അതേപോലെ കൊളസ്ട്രോൾ, BP, ഷുഗർ അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് ചെറിയ പത്തിയൊക്കെ പറയും. ഈ തിരുമുന്നതിന് പത്തി ഉണ്ടല്ലേ? തിരുമുന്നതിന് പത്തിയൊന്നുമില്ല. അച്ചി മുട്ട നടുവ് കാണുന്നവർക്കാണെങ്കിൽ മുട്ടുവേനയ്ക്ക് ഒരു പത്തി ഇല്ല. മുട്ടുവേനക്കാർക്ക് പത്തി എടുക്കേണ്ട കാര്യമില്ല. നടുവേനക്കാണ് ഏറ്റവും കൂടുതൽ നടുവേനയ്ക്കാണ് ശകലം പത്തി എടുക്കേണ്ടത്. ഇറച്ചി മുട്ടയും കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് വന്ന് പിന്നെ മതി. അടിയുമ്പോൾ വീണ്ടും ഈ ഡിസ്കിന്റെ ചുറ്റും നീര് വന്ന് അടിയുക. അത് നമ്മൾ നീര് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുനിയുമ്പോൾ ആ നീര് കടന്നിട്ട് അവിടെ നിന്ന് വരയുമ്പോൾ ഡിസ്കിന്റെ മുകളിൽ നിന്ന് വേദന വരും. അത് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഡിസ്കാന്ന് വെച്ചോളൂ, ഈ സ്ഥലം, ഈ വേദന ഇവിടെ വരും. ഇവിടെ ഉള്ള വേദന ഇവിടെ വരും. ഈ എല്ലാവരും ചോദിക്കുന്നത് നടുവേദനയ്ക്ക് ഇവിടെയാ ചെയ്യുക. ഡോക്ടർമാരുടെ അടുത്ത് പോയാലും ഇവിടെയാ ചെയ്യുക. ഇവിടെ ചെയ്താൽ ഒരിക്കലും രോഗം പോകത്തില്ല. ഇതാണ് സ്ഥലം. ഇറക്കണം. അത് നമ്മൾ തടകി അത് കൃത്യം അറിയണം. അറിയാത്തവർ തടകി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആ രോഗി കടന്നിട്ട് ചിലപ്പോൾ നട്ടം തിരിഞ്ഞു.